ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജൂൺ 8. ഓഹരി വിപണിയിലെ വൻ കുംഭകോണം. 18 ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ മാധ്യമ സ്ഥാപനങ്ങളും പഠന കേന്ദ്രങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും നടത്തിയ എക്സിറ്റ് പോളുകളുടെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ട ഉടൻ ഓഹരി വിപണികൾ കുതിച്ചു മുന്നേറിയതിലും തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കപ്പെട്ട ശേഷം കുത്തനെ ഇടിഞ്ഞതിനും പിന്നിൽ ഞെട്ടിപ്പിക്കുന്ന വമ്പൻ കുംഭകോണം പതിയിരിക്കുകയായിരുന്നു. അത് സംബന്ധിച്ച് വ്യാപക പരാതികളാണ് ഉയരുന്നതും. അമ്പരപ്പിക്കുന്ന അഴിമതിയിൽ സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിച്ച് സമഗ്രാന്വേഷണം നടത്തണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തറിയുമ്പോൾ വിപണി പടവുകളിൽ ആശാവഹമായ കുതിച്ചുകയറ്റം ദൃശ്യമാകുമെന്നും അതുകൊണ്ട് കൂടുതൽ നിക്ഷേപം നടത്താൻ മുന്നോട്ട് വരണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആവശ്യപ്പെടുകയുണ്ടായി. നിക്ഷേപങ്ങൾക്ക് വിപണിയെ ആശ്രയിക്കുന്ന 5 കോടി കുടുംബങ്ങൾക്ക് എന്തിനായിരുന്നു അത്തരം മാർഗനിർദ്ദേശം? കൃത്രിമങ്ങളുടെയും വഴിവിട്ട പ്രവർത്തനങ്ങളുടെയും കുറ്റത്തിന് സെബി അന്വേഷണ വലയത്തിലുള്ള കമ്പനിയുടെ കീഴിലുള്ള മാധ്യമങ്ങൾക്കാണ് മോദിയും ഷായും മുഖാമുഖം നൽകി വിപണിയിൽ കൂടുതൽ നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടത്. ഒരു പ്രധാനമന്ത്രിയിൽ നിന്ന് അത്തരമൊരു നടപടി ആദ്യമായാണ്. ചുട്ടെടുത്ത വ്യാജ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ മറവിൽ ഓഹരി മേഖലയിൽ 30 ലക്ഷം കോടി രൂപയുടെ കുംഭകോണം നടക്കുകയും രാജ്യമാകെയുള്ള 5 കോടി ചെറുകിട നിക്ഷേപകരുടെ കാശ് കവരുകയും ചെയ്ത ബിസിനസ്സിൽ മോദിയും ഷായും നേരിട്ട് ഭാഗവാക്കാണെന്നും തെളിവുകൾ നിരന്നിട്ടുണ്ട്. ഫലം അറിയുമ്പോൾ ഓഹരി വിപണി റെക്കോർഡുകളെല്ലാം മറികടന്ന് കുതിക്കുമെന്ന് മെയ് 19 മോദി അവകാശപ്പെട്ടു. സമാനമായി ധനമന്ത്രി നിർമ്മല സീതാരാമനും വാതോരാതെ സംസാരിച്ചു. വ്യാജ പ്രവചനങ്ങളിലൂടെ വിപണി കൃത്രിമ വളർച്ച കൈവരിക്കുമെന്ന് പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപകർ ഉൾപ്പെടെയുള്ളവർ മെയ് 30 ഓഹരികൾ വാരിപ്പിടിച്ചു. ഫലം വന്നപ്പോൾ വിപണികളാകെ ഉലഞ്ഞ് കൂപ്പുകുത്തി. 5 കോടി ചില്ലറ നിക്ഷേപകരുടെ 30 ലക്ഷം കോടി വെള്ളത്തിലായി. തങ്ങൾക്ക് 220 സീറ്റേ കിട്ടുമെന്നായിരുന്നു BJP നേതൃത്വത്തിന്റെ നിഗമനം. IBക്കും അതോടായിരുന്നു യോജിപ്പ്. അത്തരം വസ്തുതകൾ മറച്ചുപിടിച്ചാണ് ഓഹരികൾ വാങ്ങിക്കൂട്ടാനുള്ള ആഹ്വാനം. അതറിയാമായിരുന്നിട്ടും ഓഹരി വിപണിയിൽ പണം നിക്ഷേപിക്കാൻ സാധാരണക്കാരെ പ്രേരിപ്പിക്കുകയായിരുന്നു മോദിയും ഷായും. അതിനുശേഷമാണ് മാധ്യമങ്ങൾ തെറ്റായ എക്സിറ്റ് പോൾ സൂചനകൾ നൽകിയത്. ഇന്ത്യയുടെ ചെറുകിട നിക്ഷേപകരെ ബലിയാടാക്കി ആരെല്ലാമോ ആയിരക്കണക്കിന് കോടി രൂപയുടെ നേട്ടം കൊയ്തുവെന്നതാണ് സത്യം. ഓഹരി വിപണിയുടെ ഇതുവരെയുള്ള ഘട്ടത്തിലെ ഈ കൂറ്റൻ കുംഭകോണത്തിൽ BJPക്കും വ്യാജ എക്സിറ്റ് പോൾ സംഘാടകർക്കും അതിൻ്റെ പ്രചാരകർക്കും സംശയത്തിൻ്റെ കരിമേഘത്തിലാണ്ട വിദേശ നിക്ഷേപകർക്കുമുള്ള പങ്ക് കണ്ടെത്താൻ ഗൗരവമായ അന്വേഷണം അനിവാര്യമാണ്. ചുരുക്കത്തിൽ മോദിയുടെയും അമിത്ഷായുടെയും ഭീമാകാരങ്ങൾക്കുമേൽ അതിഗുരുതരമായ അഴിമതിയുടെ ചെളി പൊടിണ്ടിരിക്കുകയാണ്. വാചാടോപങ്ങളിൽ വിശ്വാസമർപ്പിച്ച് മെയ് 30 കമ്പോളത്തിൽ നല്ല നിലയിൽ ഇടപാടുകളുണ്ടായി. 29-30 തീയതികളിലെ ഇരട്ടിയിലേറെ. ആ ദിവസങ്ങളിലെ നിക്ഷേപകർ ആരൊക്കെയാണെന്ന് പരിശോധിക്കണം. 2019 തെരഞ്ഞെടുപ്പ് വേളയിൽ എക്സിറ്റ് പോൾ ഫലം പുറത്തുവിട്ടതിന് പിന്നാലെ സെൻസസ് 3.8% വർധന രേഖപ്പെടുത്തുകയുണ്ടായി. മോദിയുടെ രണ്ടാം വട്ടത്തിൽ പ്രവചനം 306 സീറ്റ് വരെയായിരുന്നു. അതിനെ മറികടക്കുമെന്ന പ്രകടനമായിരുന്നു അന്നത്തേത്. ഫലം വരും മുമ്പേ നിക്ഷേപിക്കേണ്ട ഓഹരികളെന്ന തരത്തിൽ ബ്രോക്കറേജ് കമ്പനികളുടെ പേരിൽ വിവിധ മാധ്യമങ്ങളുടെ ഓഹരികളുടെ നീണ്ട പട്ടികകൾ പ്രചരിപ്പിച്ചതും മറക്കാനാകില്ല. അഴിമതികൾക്കും കുംഭകോണങ്ങൾക്കും മോദിയും പരിവാറും പുതിയ തന്ത്രങ്ങൾ മെനയുന്നതിൻ്റെ പ്രധാന തെളിവായിരുന്നു നോട്ട് നിരോധന ശേഷം പരീക്ഷിച്ച ഇലക്ട്രൽ ബോണ്ട്. അതിൻ്റെ വിസ്തൃതമായ കളിക്കളമാണ് ഓഹരി കുംഭകോണം.